എല്ലാവർക്കും മുമ്പാറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥ ടെമ്പിളിലാണ്. ഞങ്ങൾ ഈ രാവിലെ മഴയത്ത് ഇവിടെ വരാനായിട്ട് ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ ഉത്സവം നടക്കുന്നുണ്ട്. ചെറിയൊരു ഉത്സവമല്ല, വലിയ ഉത്സവം തന്നെയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഇവിടുത്തുകാരുടെ വലിയൊരു ഉത്സവം ആനയൂട്ട്. അതെ, ഇവിടെ ഒരു ആനയൂട്ട് നടക്കുന്നുണ്ട്. എല്ലാ വർഷവും കർക്കിടക മാസം 1-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. ഒരു 10-15ഓളം ആനകൾക്ക് അവർ ഗജപൂജ നടത്തി അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ പുണ്യമൃഗങ്ങളായി കണക്കാക്കപ്പെടുന്ന ആനകളെ ബഹുമാനിക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആനമുഖനായ ഗണപതിയുടെ അനുഗ്രഹം തേടുന്നതിനുമാണ് ആനയൂട്ട് നടത്തപ്പെടുന്നത്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ജൂൺ മാസം 17-ാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് മുതലാണ് ഇവിടെ എന്റെ തലയിലായത്. ആനകൾക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അതിനോടൊപ്പമുള്ള സമ്പന്നമായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും തുടക്കം കുറിച്ചാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ 50 പുരോഹിതന്മാരാണ് നടത്തുന്നത്. അലങ്കാരങ്ങളില്ലാത്ത ആനകളെ നിരവധി ആളുകളുടെ മധ്യേ ഭക്ഷണം നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാന ആകർഷണം. ആനയൂട്ടിന്റെ ഉത്ഭവം കേരളത്തിന്റെ സാംസ്കാരികവും മതപരവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ആനകൾക്കെപ്പോഴും ഒരു പ്രധാന സ്ഥാനമുണ്ട്. അവയെ പോറ്റുന്നത് ഒരു ശുഭകരമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായ വടക്കുന്നാഥൻ ക്ഷേത്രം ഈ പരിപാടിയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നു. അതിനാൽ തന്നെ ഇത് കാണാനായി ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ആനകൾക്കുള്ള ഈ പ്രത്യേക തീറ്റ ആയുർവേദ തത്വങ്ങൾക്കനുസൃതമായി ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നു. അതിൽ കരിമ്പ്, അരി, നെയ്യ്, തേങ്ങ, ശർക്കര എന്നിവയ്ക്ക് പുറമെ ആയുർവേദ മരുന്നുകളും ഉൾപ്പെടുത്തുന്നു.
സമ്പന്നമായ ചരിത്രവും ആത്മീയ പ്രാധാന്യമുള്ള വടക്കുന്നാഥൻ ക്ഷേത്രം ആനയൂട്ടിന്റെ ഏറ്റവും മികച്ച പശ്ചാത്തലം ഇവിടെ ഒരുക്കുന്നു. കർക്കിടക സമയത്ത് ആയുർവേദ പുനരുജ്ജീവന ചികിത്സകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുക മാത്രമല്ല, കേരളത്തിലെ ആഴമേറിയ സാംസ്കാരിക പൈതൃകവും ഈ ഉത്സവം പ്രദർശിപ്പിക്കുന്നു. അപ്പം ഗജവീരന്മാര് ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.